ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. തോൽവിയെ നേരിടാം, തോൽവിയെ അഭിമുഖീകരിക്കാൻ പഠിക്കാം. മരണത്തെ മുഖാമുഖം കണ്ട ശേഷം തിരികെ ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയായിരുന്നു ലിസ. ഏക മകളുടെ അവസ്ഥയിൽ മനസ്സ് വിഷമിച്ച് അവളുടെ മാതാപിതാക്കളും. പഠനകാര്യത്തിൽ മുന്നിട്ട് നിന്ന വിദ്യാർത്ഥിനിയായിരുന്നു ലിസ. +2 മികച്ച വിജയം നേടിയ അവളെ അവർ ഒരു പ്രശസ്തമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചേർത്തു. മകൾ മികച്ച റിസൾട്ടുമായി വരുന്നത് കാത്തിരുന്ന മാതാപിതാക്കളെ തേടിയെത്തിയത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ്. പഠനത്തിൽ മിടുക്കിയായ അധ്യാപകരുടെ പ്രിയപ്പെട്ടവളായ മകൾക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ അവർ വിഷമിച്ചു. സ്കൂളിൽ എക്കാലത്തും പഠനത്തിൽ മുന്നിലായിരുന്ന ലിസ ഏറെ പ്രതീക്ഷകളോടെയാണ് കോച്ചിങ് സെന്ററിൽ എത്തിയത്. ആദ്യ ചാൻസിൽ തന്നെ മികച്ച റാങ്ക് നേടാം എന്നവൾ കണക്ക് കൂട്ടി. എന്നാൽ പലപ്പോഴും അവിടെ നടത്തിയ പരീക്ഷകളിൽ അവൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. ഒപ്പം പഠിക്കുന്ന പലരും തന്നെക്കാൾ മുന്നിലെത്തിയതും അവളെ നിരാശയിലാഴ്ത്തി. എൻട്രൻസിന്റെ ദിവസം അടുക്കും തോറും നിരാശ ഭയത്തിന് വഴിമാറി. ഉത്കണ്ഠയും പേടിയും കാരണം പഠനത്തിൽ തീർത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയായി. പരാജയം മുന്നിൽ കണ്ടപ്പോൾ അവൾ തിരഞ്ഞെടുത്ത കുറുക്കു വഴിയായിരുന്നു ആത്മഹത്യ. ലിസയുടെ കഥ കേട്ടപ്പോൾ ഞെട്ടലോ അത്ഭുതമോ തോന്നിയില്ല. ജയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പുതിയ തലമുറയിലെ ഒരു അംഗം മാത്രമാണ് അവൾ. പരാജയത്തെ എങ്ങനെ നേരിടണമെന്ന് അവൾക്ക് അറിയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എല്ലായിടത്തും ജയിച്ചു വരാൻ മാത്രം ശീലിപ്പിക്കുന്ന മാതാപിതാക്കളും സമൂഹവും തോറ്റാൽ എന്ത് ചെയ്യണമെന്ന് അവരെ പഠിപ്പിച്ചിട്ടില്ല. തോൽവിയെ അഭിമുഖീകരിക്കാൻ പഠിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ആത്മഹത്യയിലേക്ക് തിരിയുന്നവർക്ക് കഴിയാതെ പോകുന്നതും ഇതുതന്നെയാണ്. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും വിജയിക്കുന്നില്ല. അതിൽ ഒന്നാമതെത്തുന്നത് ഒരാൾ മാത്രമാണ്. മറ്റുള്ളവർ പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. മത്സര പരീക്ഷയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ തോൽവിയെ 2 തരത്തിൽ നോക്കിക്കാണാം. ഞാൻ പരാജയപ്പെട്ടു പോയി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതുന്നവരാണ് ഒരു കൂട്ടർ. ഇവരാണ് വിഷാദത്തിലേക്ക് വഴുതി വീഴുന്നവർ. ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവർ ആത്മഹത്യയിലേക്ക് നീങ്ങാൻ സാധ്യത ഏറെയാണ്. താൻ വിജയത്തിന്റെ അടുത്തെത്തി, ഇനി അവിടേക്ക് അധിക ദൂരം ഇല്ല എന്ന് കരുതുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. അവർക്ക് തോൽവിയെ അംഗീകരിക്കാൻ കഴിയും. എല്ലാവരും എല്ലാ കാലത്തും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഇല്ലെന്ന് മനസ്സിലാക്കിയവരാണ് ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ തോൽവിയുടെ ആഘാതത്തിൽ ഇവൾ തളർന്നു പോകുകയില്ല. പരാജയത്തിൽ നിന്ന് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് കഴിയും. ചെറുപ്പകാലം തൊട്ട് കുട്ടികളിൽ ഇത്തരമൊരു മനോഭാവം വളർത്തിയെടുക്കുവാനാണ് രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. എവിടെയെങ്കിലും തോൽക്കുമ്പോഴല്ല, വീണ്ടും വിജയത്തിനായി പരിശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. 999 തവണ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കുവാനുള്ള എഡിസന്റെ മനസ്സാണ് ബൾബ് എന്ന മഹത്തായ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. വിജയിക്കാനുള്ള അന്തിമമായ ആഗ്രഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് താൻ എത്ര തവണ പരാജയപ്പെട്ടു എന്നൊരു പ്രശ്നമായിരിക്കേയില്ല. വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും ഈ ഒരു മനോഭാവത്തോടെ വേണം സമീപിക്കാൻ. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്മാറില്ല എന്ന് കരുതുന്ന ഒരാൾ വിജയവും കൊണ്ടല്ലാതെ മടങ്ങി വരികയില്ല. തോൽക്കുമ്പോൾ മിക്കവരും നൽകുന്ന ഒരു ഉപദേശമാണ്, നീ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്നാൽ പരാജയങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനുള്ളതല്ല. ഓർമ്മയിൽ അതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലകൊള്ളണം. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പല ആവർത്തി മനസ്സിനോട് ചോദിക്കണം. ലഭിക്കാനുള്ള ഉത്തരങ്ങളെ ഇഴകീറി പരിശോധിക്കണം. അപ്പോൾ മാത്രമേ വീഴ്ചകളിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് നികത്തി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരാൾ ഒന്നിലേറെ തവണ തോൽക്കുന്നതിന്റെ ഒരു കാരണം അയാൾ മുൻപ് ആവർത്തിച്ച് അതേ തെറ്റ് തുടർന്ന് ചെയ്യുന്നു എന്നതാണ്. തോൽവിയുടെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ വിജയത്തിലേക്കുള്ള വഴി മുന്നിൽ തെളിയൂ. തോൽവിയിൽ തളരാതെ തെറ്റുകളെ കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുണ്ട്. ഒരു ഫലവൃക്ഷത്തിന്റെ തൈ നടുമ്പോൾ അതിൽ നിന്ന് പഴം പറിക്കുന്നത് മാത്രമേ അവരുടെ മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ. ആ വൃക്ഷത്തെ പരിപാലിക്കാനും അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടം ആസ്വദിക്കാനും അവർക്ക് കഴിയാറില്ല. ലക്ഷ്യം നേടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ തങ്ങൾ ചെയ്യുന്ന ഒന്നിനോടും പൂർണ്ണമായും താല്പര്യമില്ലാത്തവരാണ് ഇവർ. ഒരു നേട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന വിധമാകും ഇത്തരക്കാരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ വഴിമധ്യേ ഒരു പരാജയം വന്നാൽ അതിനെ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെടും. എന്നാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. വിജയത്തിൽ മതിമറക്കാതെ, പരാജയത്തിൽ തളർന്നു പോകാതെ ഒരേ ഒഴുക്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ.
കർമ്മത്തിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളോ കോട്ടങ്ങളോ അവരെ ബാധിക്കാറില്ല. ഇത്തരമൊരു മനോഭാവത്തോടെ ജീവിതത്തെ സമീപിക്കുകയാണെങ്കിൽ തോൽവികൾ നിങ്ങളെ തളർത്തില്ല. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇതെന്റെ അവസാനത്തെ അവസരമാണ്, ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത്തരം മനോഭാവത്തോടെ ഏത് കാര്യത്തെ സമീപിക്കുമ്പോഴും പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതൊരു പക്ഷേ അവസാനത്തെ അവസരമായിരിക്കാം. എങ്കിൽ പോലും മനസ്സിനോട് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുകയും തോൽവിയിലേക്ക് നയിക്കുകയും ചെയ്യും. പകരം ഞാൻ വിജയിക്കുമെന്ന് തീർച്ചയാണ്, പക്ഷെ അത് ഇന്നോ നാളെയോ ആകണമെന്നില്ല എന്ന ചിന്തയോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലൂടെ എത്ര ദൂരം നടന്നാലാണ് പുറത്തെത്തുക എന്ന് നിശ്ചയമില്ല. വഴിയിൽ തളർന്നിരിക്കുന്നവർ പരാജയപ്പെടും. എന്നാൽ ഇരുട്ടിലൂടെ മുന്നിലെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടിയെത്തുമെന്ന് ഉറപ്പാണ്.